നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നവരാത്രി ഡേ 1, ഡേ 2, ഡേ 3 അതായത് ഫസ്റ്റ് 3 ഡേയ്സ് ഏതൊക്കെ ദേവിയെയാണ് നമ്മൾ പൂജിക്കുന്നതെന്നും എന്തിനു വേണ്ടിയാണ് പൂജിക്കുന്നതെന്നും അതുമാത്രമല്ല ഈ ദേവി ഒരേ ദേവിയുടെ ക്വാളിറ്റീസ് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിനെ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡേ 4, ഡേ 5, ഡേ 6 അതായത് നെക്സ്റ്റ് 3 ദിവസം ഏത് ദേവിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, ഇതിന് പിന്നിലുള്ള ഒരു സ്റ്റോറീസ് അതായിരിക്കും നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്റ്റ് ആണ്. പക്ഷേ ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഇന്നായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഉള്ള ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുത്തത്. അപ്പം ഡേ 4 അതായത് നവരാത്രിയുടെ 4ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നതിൽ പൂജിക്കുന്നത് കുഷ്മാണ്ഡ എന്ന് പറഞ്ഞൊരു ദേവിയാണ്. ഇത് ഈ കുഷ്മാണ്ഡ എന്ന് പറയുമ്പോൾ കുഷ്മ, അണ്ട ഈ 3 വേർഡ്സിന്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പം കു എന്ന് പറയുമ്പം ലിറ്റിൽ, കുഷ്മ എന്ന് പറയുമ്പം ബോം, ഒരു മദർലി ഇൻസ്റ്റിങ്. പിന്നെ അണ്ട എന്ന് പറയുമ്പം ഹിന്ദിയിൽ എഗ് എന്നാണ് അതിൻ്റെ. അപ്പം ഈ ദേവിയെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു കഥയുണ്ട്. ദേവി പുരാണത്തിൽ ഈ യൂണിവേഴ്സ് ഒരു ഭയങ്കര ഒരു ഡാർക്ക്നെസ് ആയിരുന്നു. അതായത് ഭയങ്കര ഇരുട്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു വെളിച്ചവും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ ദേവി ഒന്ന് ചിരിച്ചു. ഈ ദേവിയുടെ ആ ഒരു ചിരിയിൽ നിന്ന് ഒരുപാട് ലൈറ്റ് വന്നു, ഒരുപാട് ചൂട്, ഒരുപാട് വാംത്ത് വന്നു എന്നാണ് ഒരു വിശ്വാസം. ആ ഒരു ലൈറ്റ് കാരണമായിരുന്നു പിന്നെ ഹ്യൂമൻസ് ഉണ്ടായതും അതിനു മുന്നേ സൂര്യനും സ്റ്റാർസും ഒക്കെ ഉണ്ടായെന്നാണ് ഒരു വിശ്വാസം. അതായത് ഈ ദേവിയുടെ ആ ഒരു പവറാണ് കാണിക്കുന്നത്, ആ ഒരു സ്നേഹം, ഒരു അമ്മയ്ക്കുള്ള ഒരു സ്നേഹം, ആ ഒരു നേർച്ചറിങ് ക്വാളിറ്റി. അപ്പം നമ്മൾ ഈ ദേവിയെ നവരാത്രി 4ാമത്തെ ദിവസം പ്രാർത്ഥിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, അതായത് ഗുണം എന്ന് പറയുമ്പം ഒരാൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയ്യായി ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുമെന്നാണ് ഒരു വിശ്വാസം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഒരു ആൾ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുവാണെങ്കിൽ നമ്മൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ആ ഒരു സെക്കൻഡ്, ആ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ മറന്നു പോകും അല്ലേ? അപ്പം ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. അങ്ങനെ തന്നെ ഈ ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഡാർക്ക്നെസ്, ആ ഒരു നെഗറ്റീവ് എനർജി മാറി കിട്ടുമെന്നാണ് ഒരു വിശ്വാസം. അപ്പം നമ്മൾ ശരിക്കും ശൈലപുത്രി, ദേവൻ ശൈലപുത്രി പ്രാർത്ഥിച്ചു, പിന്നെ ബ്രഹ്മചാരിണി പ്രാർത്ഥിച്ചു, പിന്നെ ചന്ദ്രഘണ്ഠ ദേവിയെ പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മളിങ്ങനെ ട്രാൻസ്ഫോം ആയി വരുവാണ് ചെയ്യുന്നത്. ഡേ 4 നമ്മൾ കുഷ്മാണ്ഡ ദേവിയെ പ്രാർത്ഥിക്കും. നമ്മുടെ ഉള്ളിൽ ആ ഒരു വാംത്തും ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു എലിമെന്റ് വരുവാണ് ചെയ്യുന്നത്. അടുത്തതാണ് ഡേ 5, അതായത് നവരാത്രി 5ാം ദിവസം പ്രാർത്ഥിക്കുന്നത് സ്കന്ദമാത എന്ന് പറഞ്ഞ ദേവിയാണ്. സ്കന്ദമാത ആരായിരുന്നു? സ്കന്ദമാത മുരുകൻ, അതായത് കാർത്തികേയന്റെ അമ്മയായിരുന്നു. അപ്പം ഇതിന് പിന്നിലൊരു കഥയുണ്ട്. താരകാസുരനെ വധിക്കാൻ പറ്റാണ്ട് ദൈവങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുമ്പം ശിവന്റെയും പാർവതിയുടെയും ഒരു മകൻ ജനിച്ചു കഴിഞ്ഞാൽ ആ മകനായിരിക്കും ആ അസുരനെ കൊല്ലുന്നേ എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ശരിക്ക് ഈ പാർവതി ദേവിയുടെ ഒരു ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് ഇവിടെ കാണിക്കുന്നത്. സ്കന്ദമാതയുടെ നമ്മൾ എന്ത് ഫോട്ടോ കണ്ടാലും ആ ദേവിയുടെ മടിയിൽ ഒരു കുഞ്ഞുണ്ട്, അതായത് കാർത്തികേയനുണ്ട്. മറ്റേ കയ്യിലാണെങ്കിലോ വെപ്പൺസ് ഉണ്ട്. അപ്പം ഒരു അമ്മയ്ക്ക് ആ ഒരു കുഞ്ഞിനായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ് ഉള്ള സമയത്ത് എക്സാക്ട്ലി ആ സമയത്ത് അത് പവർഫുള്ളും ആവും. അപ്പം ആ ഒരു ബാലൻസ് ആണ് കാണിക്കുന്നത്. അപ്പം ശരിക്കും സ്കന്ദമാതയെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇന്റേണൽ ഫാമിലി ബോണ്ട്, നമ്മുടെ ആ ഒരു ഫാമിലി റിലേഷൻഷിപ്സ് ഒക്കെ ബാലൻസ് ആവാനും അത് നേർച്ചർ ചെയ്യാനും അത് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയും കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ശരിക്കും അപ്പം ഇത് നമ്മൾ അമ്മമാർക്കുള്ള ഒരു വലിയൊരു എക്സാമ്പിൾ ആണ്. ചില കാര്യത്തിൽ നമ്മൾ പിള്ളേരെ നോക്കി, ഇല്ലെങ്കിൽ നമ്മൾ അമ്മയുടെ ആ ഒരു റോളിൽ മാത്രം അത് റിസ്ട്രിക്റ്റ് ആയി പോകും. പക്ഷേ നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ദേവിയുടെ സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ, ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് ദേവി പറഞ്ഞു തരുവാണ് ചെയ്യുന്നത്. നമ്മളൊരു അമ്മയാണ്, കറക്റ്റ്. പക്ഷെ ആ ഒരു സമയത്ത് എക്സാക്ട്ലി ആ സമയത്ത് നമുക്ക് അത്രയും ശക്തിയുണ്ട്. അപ്പം ജസ്റ്റ് ബിക്കോസ് നമ്മൾ അമ്മയാണ്, നമ്മുടെ ആ ഒരു മറ്റേ സൈഡ് കാണിക്കാണ്ടിരിക്കാൻ പാടില്ല. അപ്പം അത് ഭയങ്കര ഒരു നല്ല ലെസൺ ആണ്. ഡേ 6, അതായത് നവരാത്രി 6ാമത്തെ ദിവസം പ്രാർത്ഥിക്കുന്നത് കാത്യായനി എന്ന് പറഞ്ഞ ദേവിയാണ്. ഈ ദേവിയുടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്കാണ്. ഈ ദേവിയെ ഉണ്ടാക്കിയത് കുറേ ദേവന്മാർ ഒരുമിച്ച് വന്നിട്ടാണ്. മഹിഷാസുരൻ ഒരുപാട് പവർഫുൾ ആയ സമയത്ത്, മഹിഷാസുരനെ കൊല്ലാൻ പറ്റാത്ത സമയത്ത് എല്ലാവർക്കും ഒരു തോന്നൽ വന്നു, എല്ലാ ദേവന്മാരും ഒരുമിച്ച് വന്നാൽ
മാത്രമേ ഈ മഹിഷാസുരനെ കൊല്ലാൻ പറ്റുള്ളൂ എന്ന്. അപ്പം ദുർഗാദേവിയുടെ ഒരു ഭയങ്കര പവർഫുൾ ഒരു ഫോം ആയിരുന്നു കാത്യായനി. ഒരു ഋഷി കാത്യായനയുടെ വീട്ടിൽ ആ ഒരു കുടിലിൽ ആരും കാണാണ്ട് സൃഷ്ടിച്ചതായിരുന്നു ഈ ദേവിയെ. അപ്പം ഈ ദേവിയെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആ ഒരു ശക്തി, ആ ഒരു ബാറ്റിലേക്ക് റെഡി ആവാൻ വേണ്ടിയാണ്. ഒരു നമ്മൾ നേരായ കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ഫൈറ്റ് അത് നമ്മൾ ഒരിക്കലും നിർത്താൻ പാടില്ല. എത്രത്തോളം നമുക്ക് പേഷ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരാൾ തെറ്റ് നമ്മളോട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിന് മറുപടി കൊടുക്കണം അല്ലേ? അപ്പം അതാണ് കാത്യായനി ദേവി നമ്മളെ പഠിപ്പിക്കുന്നത്. ശരിയായ കാര്യത്തിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഒരു തെറ്റ് കാണുമ്പോൾ നമ്മളത് പറയണം. അത് ഉറക്കെ തന്നെ പറയണം. എല്ലാവരും കേക്കിലെ പറയണം. അതാണ് ഈ ദേവി നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ പഠിപ്പിച്ചു തരുന്ന ഒരു ലെസൺ. ബിക്കോസ് നമ്മുടെ മോഡേൺ ലൈഫിൽ ഒരുപാട് ഇപ്പം നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിലും വീട്ടിലിരിക്കുകയാണെങ്കിലും ഒരുപാട് കേസസ് വരും. നമുക്ക് ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. പക്ഷേ നമ്മൾ പറയാനുള്ള സമയത്ത് പറയാനുള്ള പോലെ പറയുന്ന രീതിയിൽ കാര്യം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ ഒരിക്കലും മാറില്ല അല്ലെ? നമ്മൾ എപ്പോഴും ഫിയർലെസ് ആയിട്ട് നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യം ചെയ്യാൻ ഒട്ടും മടിക്കരുത് അല്ലെ? അപ്പം ഇതായിരുന്നു ഈ 3 ദിവസം ഡേ 4 തൊട്ട് ഡേ 6 വരെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദേവിയുടെ ക്വാളിറ്റീസ്. അപ്പം ഇത് നമ്മുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ എല്ലാവർക്കും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഒന്ന് ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് എന്ത് കറക്റ്റാ. ലൈക്ക് നമുക്ക് നന്നായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈഫിലെ ഓരോ കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഓരോ ദേവിയുടെ ഓരോ ക്യാരക്ടർ എടുത്താലും മതി, നമുക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ് കാണാൻ പറ്റും. നെക്സ്റ്റ് ടൈം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ദേവി പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് നമ്മൾ ഇന്നത് വേണം എന്ന് പ്രാർത്ഥിക്കാണ്ട് ആ ഒരു ദേവി അല്ലെങ്കിൽ ആ ഒരു ഭഗവാനെ ട്രൂ ആയിട്ട് ഓണസ്റ്റ് ആയിട്ട് പ്രാർത്ഥിച്ചു നോക്കൂ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് തന്നെ നമുക്ക് എല്ലാം കിട്ടും. അപ്പം ഇതായിരുന്നു എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ. അതിന് വന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇനി ഡേ 7, ഡേ 8, ഡേ 9 അത് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ ബൈ.